ശ്രീ യുവരാജ് ഗോകുൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ഘട്ടത്തിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയത് ആര് എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും BJP എന്നതാണ് ഉത്തരം. പക്ഷേ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ BJPയെ അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. പ്രത്യേകിച്ച് പാലക്കാട്, എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ തുടങ്ങി വിവിധ മുനിസിപ്പാലിറ്റികൾ, വിവിധ ഗ്രാമപഞ്ചായത്തുകൾ. അപ്പോഴെങ്ങനെയാണ് BJP ഈ നീക്കത്തെ ഓവർകം ചെയ്യുക? നോക്കൂ, അവരൊരു മുന്നണിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ആർക്കും വലിയ സംശയമൊന്നുമില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടായിരുന്ന നിരവധി മുനിസിപ്പാലിറ്റികളിൽ അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ സഖ്യം അൺഒഫീഷ്യലി യാഥാർത്ഥ്യമാക്കിയിരുന്നു എന്നുള്ള കാര്യം. പല വാർഡുകളിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒന്നുകിൽ CPM അല്ലാന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വളരെ താഴേക്ക് പോകുന്നതാണ്. അതായത് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 300-ഉം 400-ഉം ഒക്കെ വോട്ട് പിടിച്ചിരിക്കുന്ന വാർഡുകളിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് കഴിയുന്നത്. അപ്പോൾ BJP ആയിരിക്കും ഒരുപക്ഷെ അവിടെ ജയിച്ചിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ BJP തൊട്ടടുത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ BJP ഇത്തവണ ജയിക്കും എന്നുള്ള ഒരു ധാരണ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മുന്നണി 100 വോട്ട് പോലും തികച്ചു പിടിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് താഴേക്ക് പോകുന്നതാണ് നമ്മൾ പല വാർഡുകളിലും നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവർ പലയിടത്തും അത്തരത്തിലുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചതുകൊണ്ടാണ് 50 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇത് പ്രീ പോളായിട്ട് തുടങ്ങിയ ഒരു അലയൻസാണ്. ഇത് സ്വാഭാവികമായിട്ട് പോസ്റ്റ് പോളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഒക്കെ മാത്രമാണ് നമ്മൾ പലപ്പോഴും ആ തരത്തിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നമുക്ക് 2020 തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു 20-23 പഞ്ചായത്തുകളിൽ എന്തോ നമ്മൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തെ 2 പഞ്ചായത്തുകൾ തന്നെ ഞാൻ ഉദാഹരണം പറയാം. കല്ലൂർ പഞ്ചായത്തും കരവാരം പഞ്ചായത്ത്, ഈ 2 പഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരം ഉണ്ടായിരുന്നതാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഈ പറയുന്ന വലിയൊരു അവിശുദ്ധ സഖ്യത്തിലേക്ക് പരസ്യമായിട്ട് അവർ പോകാതെ ഇരുന്നതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിനകത്ത് വന്ന അസ്വസ്ഥതകൾ ഉണ്ടാക്കി, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി ഇവർ ഒരു തരത്തിലുള്ള യോജിപ്പുകളൊക്കെ നിരത്തിയിട്ട് അതാത് പഞ്ചായത്തുകളെ അട്ടിമറിക്കുക, ഭരണത്തിനെ അട്ടിമറിക്കുക എന്ന് പറയുന്ന ഒരു നീക്കം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകലുണ്ട്. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അതിനുശേഷം പഞ്ചായത്തുകളുടെ ഭരണത്തിൻ്റെ എണ്ണം കുറഞ്ഞ് 12-ലേക്ക് 13-ലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് അധികാരത്തിൻ്റെ ഗർവ് ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപകമായിട്ടുള്ള ഒരു അട്ടിമറിയാണിത്. ഇപ്പോൾ ഇത് പാലക്കാടും തൃപ്പൂണിത്തുറയിലുമാണ് അവർ നടത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അവർ അത്തരത്തിൽ യോജിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കും അവരെ രണ്ടുപേരെയും സംബന്ധിച്ചെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഏതെങ്കിലുമൊക്കെ പഞ്ചായത്തുകളിൽ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല മുനിസിപ്പാലിറ്റിക്കകത്ത് കയറി ചെയ്യുക എന്ന് പറയുന്നത്. കാരണം പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് അത് അത്രയും വലിയ ചർച്ചയാവുകയും നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇടം കൊടുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് അവരെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവരത് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ ഒരൊറ്റ മുന്നണിയാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മോഷണത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും സഖ്യകക്ഷികളാണ് എന്നുള്ള കാര്യവും നിങ്ങൾ പഞ്ചായത്തുകളിൽ നിന്ന് തുടങ്ങി കേരള നിയമസഭയ്ക്കകത്ത് വരെയും ഇതുപോലെ സഖ്യകക്ഷിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യവും ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടണം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനകത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും. കാരണം നിങ്ങൾക്ക് 2 പേർക്കും ഈ നാട്ടിൽ ഒരു ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ 2 പേരും കൂടി ചേർന്ന് ഭരിക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയമായിട്ട് ചെയ്യാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളായിരിക്കും കേരള നിയമസഭയ്ക്കകത്തേക്ക് അത്തരത്തിലുള്ളൊരു കാര്യം വരുന്ന കാര്യം അധികം വിദൂരമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ട്രയൽ റണ്ണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാലക്കാടും തൃപ്പൂണിത്തുറയിലും ഒക്കെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. പിന്നെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കാൻ ഇറങ്ങുമ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതിനെ തടയിടാൻ അറിഞ്ഞുകൂടായികയൊന്നും അല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവരത് ചെയ്യട്ടെ. ചെയ്തതിന് ശേഷം നമുക്ക് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. യെസ്, അതുതന്നെയാണ് BJPയുടെ നിലപാട്. അതായത് ഇത് ഒരു പുതുമയുള്ള കാര്യമല്ല, മറിച്ച് ദേശീയ തലത്തിലുള്ളതാണ്. അത് കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ അവർ ആവിഷ്കരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷവും സ്വാഭാവികമായി ഇന്ത്യ സഖ്യം ഇവിടെ ഉണ്ട് എന്ന് BJP ചൂണ്ടിക്കാണിക്കുന്നു.